അത് പാവം അത് എപ്പോഴും ഉണ്ട്, രംഗത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്താണ്. അത് ഒരു ഡോക്ടറുടെ വിലാപകാവ്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഞാൻ വഴിയാധാരമായിട്ടില്ല എന്നുള്ള എൻ്റെ തെളിവല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വഴിയാധാരമായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ പോകും. ഞാൻ ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. ഇത് ഈ ഡോക്ടർമാരെ കരുക്കളാക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പാർട്ടി പ്രവർത്തകരോ നേതാക്കളൊക്കെ ഉള്ളപ്പോൾ എന്തിനീ പാവം ഡോക്ടർമാരെ വലിച്ചടിച്ചുകൊണ്ട് വരുന്നത് എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാ പറഞ്ഞതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. പാവം അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, അൻവറുമായി എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അൻവർ പക്ഷേ ഇന്നും അങ്ങ് ഇന്നലെ പറഞ്ഞതുപോലെ ഒന്ന് തിരുത്താനോ ചെയർമാനെതിരെ പറഞ്ഞതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതോ തിരുത്താൻ തയ്യാറായിട്ടുമില്ല. അല്ല, അതിൻ്റെ 7 മണി വരെ സമയമുണ്ടല്ലോ. അതിനിടയ്ക്ക് അദ്ദേഹം തിരുത്തിയാൽ മതിയല്ലോ. ഇത് ഞാൻ പറയുന്നത്, ഈ പിണറായിസത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഭിന്നിച്ച് നിന്നാൽ അതൊരു സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അൻവർ മുന്നണിയോടൊപ്പം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയ 1-2 തെറ്റുകൾ തിരുത്തി UDF-ആയിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും മെച്ചമല്ലേ. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിരുന്നുകൊണ്ട് എന്താ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാവുക? നേരെ മറിച്ച് അദ്ദേഹം കൂടെ നിന്നാൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പിക്ചർ വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് UDF-ൻ്റെ ഭൂരിപക്ഷം കൂടും. അതായത് ഞാൻ പറഞ്ഞ അൻവർ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ 35,000 വോട്ടെങ്കിലും മിനിമം UDF അവിടെ ജയിച്ചിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് കാരണം അൻവർ എന്തിനാണ് രാജിവെച്ചെന്തിനാ? പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജിവെച്ച ഒരാൾ ആ പിണറായിസത്തിനെ സഹായിക്കുന്നതിന് നിലപാടുണ്ടാവരുത് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അൻവറുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഏതായാലും ഇന്ന കാലത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് കാണാൻ കഴിഞ്ഞത്. അത് പൂർണ്ണമായിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പോസിറ്റീവ് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് ചെകുത്താനാണെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ആദ്യം പറയുന്നു. അതിനുശേഷം നന്മയുള്ള ചെകുത്താനാവണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചെകുത്താനാവണം എന്ന് പറയുന്നു. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിനെ കൃത്യമായ രീതിയിൽ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് സതീശൻ്റെ ബുദ്ധിയാണ് ഇതെന്ന് പറയുന്നു. അങ്ങനെ 3-4 തവണ എല്ലാം മാറ്റി പറഞ്ഞ് അവസാനം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് 7 മണിക്ക് മുൻപാകെ അൻവർ പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് മഹാനാണ്, അല്ലെങ്കിൽ VD സതീശനോട് പറഞ്ഞൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ചെയ്തു പോയ കാര്യങ്ങളിൽ തെറ്റാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനാകുമ്പോൾ തെറ്റ് പറ്റും. ഉപ്പും ചോറൊക്കെ കഴിക്കുന്നവർക്ക് എപ്പോഴും തെറ്റ് പറ്റാം. പലർക്കും പറ്റിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. അത് തിരുത്തിയാൽ തീർന്നു, പ്രശ്നം തീർന്നു. നമുക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇത് വെച്ച് കണ്ടുപിടിക്കാനുള്ളതൊന്നും ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ടെക്നിക്കലായിട്ട് ഒരുപാട് ലോകം മുന്നേറിയെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള യന്ത്രങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഇന്നത്തെ. ഒരു ബാധ്യതയാകുമെന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒരു ബാധ്യതയല്ല. UDF-ആയിട്ട് സഹകരിക്കുന്നവരൊക്കെ തിരിച്ച് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അദ്ദേഹം വൈകുന്നേരം കൊണ്ട് നിലപാട് തിരുത്തി കഴിഞ്ഞാൽ എല്ലാം മറന്ന് ഒരുമിച്ച് അങ്ങ് പ്രവർത്തിക്കാനാണ്. കഴിയട്ടെ പറഞ്ഞു. ഇതുവരെ മാധ്യമങ്ങളെ കാണുന്നൊന്നും പറഞ്ഞില്ലേ? പകല് കഴിയട്ടെ, നിലപാട് പറയട്ടെ എന്നാ പറഞ്ഞു. പകലുണ്ടല്ലോ, പകല് കഴിയാൻ ഇനിയും സമയമുണ്ട്. ഇപ്പോൾ മഴക്കാറായതുകൊണ്ട് സൂര്യനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നൊരു കാരണം അതാണ്. കാരണം എന്താ അറിയുമോ? ഇപ്പോൾ നിങ്ങളും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത് അൻവറിൻ്റെ ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം നിങ്ങളും, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണ്ടാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം. ഞങ്ങളും പോയിന്റിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ കാണുമ്പോൾ അൻവറിൻ്റെ കാര്യം ചോദിക്കുന്നുള്ളൂ. അതേസമയത്ത് CPM-നോട് എവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് ചില താത്വിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവം അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോകാം. എന്തെങ്കിലും വരട്ടെ, നല്ല കാര്യം.
എന്താ എതിരാളി വന്നാലേ മത്സരത്തിനൊരു ത്രില്ലുണ്ടാവുള്ളൂ. ഇതിപ്പോഴേ നമ്മളൊക്കെ കാണുന്ന കാഴ്ച പിണറായിനെതിരെ വലിയ പോരാട്ടം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നു, അതിനുശേഷം UDF ആയി ചർച്ച നടത്തുന്നു, അതിന് മുൻപൊരു തെരഞ്ഞെടുപ്പ് വരുന്നു, നിലമ്പൂർ ചേലക്കര മത്സരിക്കുന്നു, പാലക്കാട്, അങ്ങനെ വലിയ ചർച്ചയൊക്കെ നടത്തി ഏറ്റവും അവസാനം കേവലം അൻവറും കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്ക് മാത്രമായി മാറി ചർച്ച അതിലേക്ക് മാത്രം ചുരുങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അത് ഞങ്ങളല്ലല്ലോ ചർച്ച നടത്തുന്നത്, നിങ്ങളല്ലേ ചർച്ച ആ രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളാരും അങ്ങനത്തെ ഞങ്ങൾ പൊളിറ്റിക്സല്ലേ ഇലക്ഷൻ പറയും. സമവായം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഇതിന് മുൻപ് കഴിഞ്ഞില്ല? അദ്ദേഹം പറയുന്നത് ഇതിന് മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ച ഇലക്ഷൻ ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, ഇന്നിപ്പോൾ TV തന്നെ നിലമ്പൂരിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇന്ന് അറ്റൻഷൻ കൊടുക്കുന്ന എന്താ? ഈ പേമാരി, ഉരുൾപൊട്ടൽ, ട്രെയിനുകളൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇതിലേറെ പ്രശ്നമാണ് നിലമ്പൂർ പല ഭാഗങ്ങളിലും വെള്ളം കയറി, ശക്തമായിട്ടുള്ള മഴയാണ്, അവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ ഇലക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ ഈ ഒരു പ്രശ്നവുമില്ല. അൻവറിന് കൊടുത്തിട്ടുള്ള വാക്കുകൾക്കൊന്നും ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയില്ല. പക്ഷേ അതിന് ശേഷം ഉണ്ടായ അൻവറിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിലെ തകരാറുകൾ അദ്ദേഹം തന്നെ പരിഹരിച്ചാൽ മതി. ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുത്തൊരു നേതാവ് എന്ന രീതിക്ക് ചോദിക്കുകയാണ്, അതായത് അൻവർ ഈ തെറ്റുകളെല്ലാം തിരുത്തി UDF-നൊപ്പം വരും എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷ? തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് ഇപ്പോഴെൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് UDF-ആയിട്ട് സഹകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം ഉണ്ടാവും. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് കാര്യം പറഞ്ഞല്ലോ. ഇനി ആ കാര്യത്തിൽ കുറിച്ചൊരു സംശയത്തിന് അവകാശമില്ല.